നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയൊരു സ്ഫോടക വസ്തു വികസിപ്പിച്ചെടുത്ത ഇന്ത്യ. പ്രതിരോധ രംഗത്ത് ഇന്ത്യ കൂടുതൽ മുന്നേറുന്നു എന്ന് വേണം ഈ ഒരു വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. എന്നാലും വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. പോർമുനകളുടെയും ബോംബുകളുടെയും മാരകശേഷി ഇരട്ടിയാക്കാൻ കഴിയുന്ന പുതിയ സ്ഫോടക വസ്തുക്കളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സെബക്സ് 2 എന്നാണ് ഈ സ്ഫോടക വസ്തു അറിയപ്പെടുന്നത്. ബോംബ്, പീരങ്കി ഷെൽ, മിസൈൽ എന്നിവയുടെ പ്രഹരശേഷി ഇത് ഉപയോഗിച്ച് 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നാഗ്പൂരിലെ ഇക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. നാവികസേന സെബക്സ് 2ന്റെ പ്രഹരശേഷി സാക്ഷ്യപ്പെടുത്തി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി കിട്ടുന്നതോടെ ഇത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതുകൂടാതെ 3 പുതിയ സ്ഫോടക വസ്തുക്കൾ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തു. സോളിഡ് സ്ഫോടക വസ്തുക്കളേക്കാൾ വളരെ ശക്തമായ സ്ഫോടനമുണ്ടാക്കുന്ന ഒരു പുതിയ സ്ഫോടനാത്മക ഫോർമുലേഷനാണ് സെബക്സ് 2. പൊതുവെ യുദ്ധമുനകൾ ഉപയോഗിക്കുന്നത് ട്രിനിട്രോടോലുയിൻ രാസ സംയുക്തമാണ്. സെബക്സിന് ഇതിന്റെ 2 മടങ്ങ് പ്രഹരശേഷിയുണ്ട്. ഇത് ഹൈ മെൽറ്റിംഗ് എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ പെട്ടതെന്ന വിവരം മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. RDX ഇതിലാണ് വരുന്നത്. ഇന്ത്യൻ സേനയ്ക്ക് വൻ കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ബ്രഹ്മോസിലും അഗ്നിയിലും ഉപയോഗിക്കുന്നത് TNT സംയുക്തമാണ്. സെബക്സ് 2 ഉപയോഗിക്കുന്നതോടെ ഇന്ത്യയുടെ വജ്രായുധങ്ങൾ എത്ര കരുത്തനായ ശത്രുവിനെ തറപറ്റിക്കും. ഒക്ടോജൻ എന്നറിയപ്പെടുന്ന ഹൈ മെൽറ്റിംഗ് എക്സ്പ്ലോസീവുകളുടെ ചൂടും തീയും ശത്രു പാളയത്തെ ഒന്നാകെ ചുട്ടിരിക്കും. TNT 1.25 1.30 അനുപാതമാണ് ലോകരാജ്യങ്ങൾ പോർമുനകളിൽ ഉപയോഗിക്കുന്നത്. സെബക്സ് 2വിന് ഇതിന്റെ ഇരട്ടിയിലേറെ ശേഷിയുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിലാണ് നാവികസേന സെബക്സ് 2 വിലയിരുത്തുകയും പരീക്ഷിക്കുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സെബക്സ് 1 അതിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. TNTയുടെ 2.3 ഇരട്ടി സ്ഫോടന ശേഷിയുള്ള മറ്റൊരു വേരിയന്റ് വികസിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. നാഗ്പൂരിലെ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് 6 മാസത്തിനകം ഇത് പൂർത്തിയാക്കും. കമ്പനിയുടെ ആദ്യത്തെ തെർമോബാറിക് സ്ഫോടക വസ്തു സെബക്സ് 1 നാവികസേന അടുത്തിടെ പരീക്ഷിച്ചിരുന്നു. തീവ്രമായ ചൂട് ഉൽപ്പാദിപ്പിക്കുകയും നീണ്ട സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല ശത്രു ബാങ്കറുകൾ, തുരങ്കങ്ങൾ എന്നിവ നശിപ്പിക്കാൻ ഉതകുന്നതാണ്. സിമക്സ് 4 അടുത്തിടെ നാവികസേന സാക്ഷ്യപ്പെടുത്തിയ 3ാമത്തെ സ്ഫോടക വസ്തു സിമക്സ് 4 ആണ്. ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളെക്കാൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. സുരക്ഷാ പ്രധാനമായ സ്ഥലങ്ങളും ഇത് ഉപയോഗിച്ച് നിയന്ത്രിത സ്ഫോടനം നടത്താൻ സാധിക്കും. പ്രതിരോധ ഉൽപാദന കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഈ പുതിയ സാമഗ്രികൾ വരുന്നതോടെ ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. ലോകരാജ്യങ്ങൾ ഇതിനകം തന്നെ സെബക്സ് 2 അടക്കം നോട്ടമിട്ട് കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരു കാലത്ത് ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ പ്രതിരോധ കയറ്റുമതിയിൽ കുതിച്ചുയരുകയാണ് എന്നത് ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.